അതിന്റെ സംസാരം മുതുമയും. ഇതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നാലോചിച്ച് അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നവമാധ്യമരംഗം മാധ്യമരംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേലകളെ പ്രതിരോധിക്കാൻ ജനകീയ ശക്തി കൂടുതൽ സജ്ജമാകണം. നമുക്ക് ജനങ്ങൾക്കിടയിലൂടെയുള്ള പ്രവർത്തനമാണ് നമ്മുടെ ശക്തി. ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കലാണ് നമ്മുടെ ശക്തി. അതുകൊണ്ട് പാർട്ടിയെ കൂടുതൽ ജനകീയവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ വലതുപക്ഷ ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രചരണങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് കേരളത്തെ കൂടുതൽ ഇടതുപക്ഷത്തേക്ക് ആകർഷിക്കാൻ, കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു പുതിയ കേരളം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇന്ന് അവശേഷിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ മാറ്റമുണ്ടാകും. 57 എന്നതുപോലെ, 67 എന്നതുപോലെ, 87 എന്നതുപോലെ ഭരണപരമായ കാര്യങ്ങളിലൂടെ കേരളത്തിലെ ജനസമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷം കേരളത്തിൽ ഒരു അപ്രതിരോധ ശക്തിയായി വളർന്നു. ആ വളർച്ചയ്ക്ക് സാധിക്കത്തക്ക നിലയിൽ പാർട്ടിയെ സജ്ജമാക്കുക, അതിനുവേണ്ടി പാർട്ടി പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുക, എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ബഹുജന പിന്തുണയും പാർട്ടിയുടെ അടിത്തറ വിപുലീകരിക്കലും ശക്തമായി നടത്തുക. ഇതിനുവേണ്ടി നമ്മുടെ വർഗ ബഹുജന സംഘടനകൾ, എല്ലാ വർഗ ബഹുജന സംഘടനകളെയും കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തന രംഗത്ത് കർമ്മനിരതരായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് സ്വീകരിക്കാനുള്ള നടപടി. ആ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തും ശക്തിയും പകരാൻ നിങ്ങളുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ, നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ സ്വന്തം അനുഭവത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ള അനുഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതിന് നിങ്ങളുടെ ഈ സമ്മേളനം ഉപകരിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനമായി പുതുമാ സമ്മേളനം മാറിത്തീരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത്രയുമാണ് ഈ ആദ്യ ഭാഗം എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കാറുള്ളത്. പുതുമ ഏരിയ സമ്മേളനത്തിൽ ആണ്, പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് ഇ പി ജയരാജൻ സംസാരിച്ചത്. അദ്ദേഹം എന്തായാലും മാധ്യമങ്ങളെ, വലതു മാധ്യമങ്ങൾ പാർട്ടിയെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. എവിടെയെങ്കിലും പാർട്ടിയെ ആക്രമിക്കാൻ അവസരം ലഭിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ പുസ്തകത്തെക്കുറിച്ച് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റേതായി വെളിയിൽ വന്ന പുസ്തകത്തിലെ അതിലെ പരാമർശങ്ങളിലും നവമാധ്യമ രംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി നവമാധ്യമ രംഗത്ത് കൂടുതലായിട്ട് സജീവമായ ഇടപെടലുകൾ പാർട്ടി നടത്തണം എന്നുള്ള കാര്യം, പാർട്ടിയുടെ സംഘടനാ ശേഷി ഇതിനായി വിനിയോഗിക്കണം എന്നുള്ള കാര്യം ആ പുസ്തകത്തിലും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും അതിലെ പോസിറ്റീവായിട്ടുള്ള ചില വശങ്ങളുമുണ്ട്. പക്ഷെ അങ്ങനെ ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം വിമർശനാത്മകമായിട്ടും ആ പുസ്തകത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകമല്ല എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. എന്തായാലും നമുക്ക്